നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റേഷൻ സംവിധാനം തകർക്കാനുള്ള LDF സർക്കാരിന്റെ നീക്കം ആരോപിച്ച് പട്ടാമ്പിയിൽ കോൺഗ്രസ് പ്രതിഷേധം. പട്ടാമ്പിക്കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് മാർച്ച്. കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധവുമായി ഇടത് യൂണിയൻ. ചെറുതുരുത്തിയിൽ തൊഴിലാളികളും കർഷകരുടെയും പ്രതിഷേധം. ജനങ്ങൾക്ക് വലിയ പണി കൊടുത്ത് റോഡ് പണി. പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട യാത്രക്കാരെ വെല്ലുവിളിച്ച് വാടനാകുറിശി മേഖലയിലെ ടാറിംഗ്. മുന്നറിയിപ്പില്ലാതെ റെയിൽവേ ഗേറ്റ് പരിസരത്ത് രാവിലെ ടാറിംഗ് തുടങ്ങിയതോടെ ആയിരക്കണക്കിന് ആളുകൾ വലഞ്ഞു. ഉദ്യോഗസ്ഥർക്കും കരാർ കമ്പനിക്കുമെതിരെ ഉയർന്നത് വലിയ പ്രതിഷേധം. പറളി ഓടന്നൂർ പതിപ്പാലത്തിന് ശാപമോക്ഷമാകുമോ? സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച നാട്ടുകാർ. പുതിയ പാലം നാടിന്റെ ദശാബ്ദങ്ങളായുള്ള സ്വപ്നം. കുഴൽമന്നം കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കം. വാർത്തകൾ വിശദമായി. റേഷൻ സംവിധാനം തകർക്കാനുള്ള LDF സർക്കാരിന്റെ നീക്കം ആരോപിച്ച് പട്ടാമ്പിയിൽ കോൺഗ്രസ് പ്രതിഷേധം. പട്ടാമ്പിക്കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ താലൂക്ക് സിവിൽ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി നേതാക്കളും പ്രവർത്തകരും അണിനിരന്നു. താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസിനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരാണ് ഭക്ഷ്യസുരക്ഷാ നിയമത്തെപ്പോലും അട്ടിമറിച്ച് റേഷൻ സംവിധാനം അട്ടിമറിക്കാനുള്ള LDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ KPCC ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. KPCC നിർവാഹക സമിതി അംഗം CB ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. റേഷൻ സംവിധാനം തകർക്കാനുള്ള LDF സർക്കാരിന്റെ നീക്കം കോൺഗ്രസ് അനുവദിക്കില്ലെന്ന് CB ബാലചന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ആ സിസ്റ്റം ഈ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ ആ റേഷൻ ഷോപ്പുകളിൽ എത്തിക്കുന്ന ആ ട്രാൻസ്പോർട്ടിംഗ് ലഭ്യമാകേണ്ട ആളുകൾക്ക് കൃത്യമായി ട്രാൻസ്പോർട്ടിംഗ് ലഭ്യമാകാതെ വരുമ്പോൾ അവരുടെ ചാർജ്, അവരുടെ വിഹിതം, അവർക്ക് കിട്ടേണ്ട തുക കിട്ടാതെ വരുമ്പോൾ, തുടർച്ചയായി കിട്ടാതെ വരുമ്പോൾ അവരെ അതിൽ നിന്ന് പിന്മാറിയ സാഹചര്യം ഉണ്ടായതുകൊണ്ട് കുറേ ദിവസങ്ങൾ റേഷൻ ഷോപ്പുകളിൽ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. മറ്റൊന്ന്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ആ ഇനത്തിൽ ട്രാൻസ്പോർട്ടിംഗ് ഇനത്തിൽ കേരള സർക്കാർ അവർക്ക് കൊടുക്കാൻ ബാധ്യതയുള്ളത്. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, കമ്മുക്കുട്ടി എടത്തോൾ, KR നാരായണസ്വാമി, OK ഫാറൂഖ്, C സംഗീത, വിനോദ് കാങ്കത്ത്, ഉമ്മർ കീഴായൂർ, ജിതേഷ് മോഴിക്കുന്നം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി കുളപ്പള്ളി പാത നവീകരണവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരെ വെല്ലുവിളിച്ച് കരാർ കമ്പനി. 2 ദിവസം മുൻപ് റോഡ് അടച്ചിടുമെന്ന് അറിയിപ്പ് നൽകി പ്രവൃത്തി നടത്താതെ നാട്ടുകാരെ കബളിപ്പിച്ച കമ്പനി ഒരു മുന്നറിയിപ്പ് നൽകാതെയാണ് വ്യാഴാഴ്ച റെയിൽവേ ഗേറ്റ് പരിസരത്ത് ടാറിംഗ് നടത്തിയത്. ജനങ്ങളെയാകെ വലച്ചു. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പള്ളി IPT വരെയുള്ള പാത നവീകരണവുമായി ബന്ധപ്പെട്ട് വാടാനംകുറിശി ഗേറ്റ് പരിസരത്തും പട്ടാമ്പി കൽപ്പക ഭാഗത്തും ടാറിങ്ങിനായി 4-ന് അർദ്ധരാത്രി മുതൽ ഗതാഗതം നിരോധിക്കുമെന്നും 6-ന് രാവിലെ റോഡ് തുറന്നുകൊടുക്കുമെന്നുമാണ് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ തുറക്കേണ്ട സമയത്തായിരുന്നു റൂട്ടിൽ ഗതാഗതം താറുമാറാക്കിയുള്ള പ്രവൃത്തി ആരംഭിച്ചത്. പ്രവൃത്തി ദിനമായ വ്യാഴാഴ്ച രാവിലെ അപ്രതീക്ഷിതമായി നിർമ്മാണം നടത്തിയതോടെ വിവിധ ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങിയവരും വിദ്യാർത്ഥികളും ജീവനക്കാരുമെല്ലാം വലഞ്ഞു. രാവിലെ വാടാനംകുറിശി ഗേറ്റ് മുതൽ ഇരുവശങ്ങളിലേക്കും 1 കിലോമീറ്ററിലേറെ നീണ്ട വാഹനങ്ങളുടെ നിരയാണ് രൂപപ്പെട്ടത്. കരാർ കമ്പനിയുടെ ധിക്കാരപരമായ നിലപാടിനെ വെയിൽ കൊണ്ടുനിന്ന യാത്രക്കാർ പ്രാകുന്നുണ്ടായിരുന്നു. പലരും കിഫ്ബി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഒരു വശത്ത് ടോൾ പിരിവിന്റെ സാധ്യതകൾ പരിശോധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികൾക്കും തികഞ്ഞ മൗനം. ജനദ്രോഹകരമായ സംവിധാനങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയാതെ അടിച്ചമർത്തപ്പെട്ടവന്റെ നെടുവീർപ്പുകളാണ് ഇവിടെ ഉയർന്നത്. 2 ദിവസം മുന്നേ ഏറെ കൊട്ടിഘോഷിച്ചിട്ട് 4-ാം തീയതി അർദ്ധരാത്രി റോഡ് അടച്ച് 5-ാം തീയതി കഴിഞ്ഞ് 6-ാം തീയതി പുലർച്ചെ എല്ലാ പണികളും പൂർത്തീകരിച്ച്
റോഡ് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസവും അതിനനുസരിച്ച് പണികൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ എഞ്ചിനീയർമാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പരീക്ഷകളും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടാണ് അത് നീട്ടിവെച്ചത്. അതുകൊണ്ട് രാത്രി മാത്രം റോഡ് പണി നടത്തും. രാത്രി റോഡ് പണി തുടങ്ങി രാവിലെയോടുകൂടി റോഡ് പണി പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നും ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവർ ഈ റോഡ് പണി ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വികസനത്തിനായി ഇത്തിരി ഏറെ ത്യാഗങ്ങൾ സഹിക്കാൻ ജനങ്ങൾ തയ്യാറാണ്. പൊടി തിന്നും വഴിയിൽ കാത്തുനിന്നും സഹനം തുടങ്ങിയിട്ട് കാലം കുറേയായി. നമ്മൾ എന്ത് കാട്ടിയാലും അവരെന്ത് കാട്ടിയാലും നമ്മൾ കാണുന്ന കാര്യത്തിനപ്പോൾ ചെയ്യാൻ കാരണം ഈ തണ്ടിത്തരം ചെയ്യാൻ പാടുണ്ടോ? ഇതൊന്നിൽ രാത്രി ചെയ്താൽ പോരെ. എത്ര സൗകര്യമുണ്ട്, ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, എത്ര കുട്ടികളെ ബുദ്ധിമുട്ടുണ്ട്, എത്ര ആശ്രയ കേസ് ഒരു ആശ്രയ കേസുള്ള വണ്ടിയാണ് നിൽക്കണം അപ്പുറത്ത്. അവനെങ്ങനെ ഇതിനുള്ളിൽ കൂടെ പോവുക? എന്ത് ചെയ്താലും ഇവര് നമ്മൾ പ്രതികരിക്കില്ല എന്ന് കരുതിക്കൊണ്ട് ചെയ്യാൻ പറ്റും. വേറെ ഒന്നല്ല. ഇല്ല, അപ്പൊ ഇന്ന് ക്ലോസ് ചെയ്ത് പറഞ്ഞില്ല. 4 ദിവസം പറഞ്ഞല്ലേ ക്ലോസ് ചെയ്യുന്നു. ഇന്നിപ്പോൾ അത് ഇന്ന് ആരും പുറത്തിറങ്ങില്ലല്ലോ. എന്നാൽ വേറെയുള്ള വഴി നോക്കി പോയി ആൾക്കാർ. ആയിരക്കണക്കിന് വാഹനങ്ങൾ പ്രതിദിനം സർവീസ് നടത്തുന്ന ഒരു റൂട്ടിൽ എന്ത് നവീകരണത്തിൻ്റെ പേരിലായാലും ഒരു പ്രവൃത്തി നടത്തേണ്ടത് ഇങ്ങനെയല്ല. എല്ലാം തോന്നിയ പോലെയാകാം, ജനങ്ങൾ സഹിക്കട്ടെ എന്ന മനോഭാവം കരാർ കമ്പനിയുടെ ധാർഷ്ട്യവും അധികാരികളുടെ ധിക്കാരവുമാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ വാടാനംകുറിശി മേഖലയിൽ നടത്തിയ പ്രവൃത്തി മൂലം വലഞ്ഞത് ആശുപത്രിയിലെത്തേണ്ട രോഗികൾ മുതൽ കൊച്ചുകുട്ടികൾ വരെയാണ്. ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് അറിയിപ്പും കാര്യങ്ങളും കൊടുത്തിട്ട് ഇന്നലെയും മിഞ്ഞാന്നും ഇതിൻ്റെ യാതൊരു പ്രവർത്തനം ഇവിടെ നടന്നില്ല. ഇന്നലെയും മിഞ്ഞാന്നും റോഡ് അടവാണ് പറഞ്ഞിട്ട് കംപ്ലീറ്റ് വണ്ടികളും വലിയ വണ്ടികളൊക്കെ കൈലിയാട് റോട്ടിൽ കൂടെ പോയി. ഇന്ന് വരെ ഒരു അറിയിപ്പും ഇല്ലാതെ ചെയ്യുന്ന പരിപാടിയാണ്. വഴി നന്നായാൽ നല്ലത്. എന്നാൽ ഇങ്ങനെയാണ് വഴിവെട്ടെങ്കിൽ ഭേദം ഞങ്ങളുടെ പഴയ പൊളിഞ്ഞ പാതയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSU തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി BJP-യിൽ ചേർന്നു. M സച്ചിദാനന്ദനാണ് BJP-യിൽ അംഗത്വമെടുത്തത്. KSU-വിലെയും യൂത്ത് കോൺഗ്രസിലെയും ഗ്രൂപ്പുകളിൽ മനം മടുത്താണ് BJP-യിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് M സച്ചിദാനന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡി-സോൺ സംഘർഷങ്ങളിൽ സംസ്ഥാന നേതൃത്വം വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്നും സച്ചിദാനന്ദൻ ആരോപിച്ചു. സംസ്ഥാനത്തിൽ തന്നെ ഇത്രയും നാൾ നമ്മളോട് ശക്തമായിട്ട് തന്നെ ഈ പരിപാടിക്ക് മുഴുവൻ ദിവസം നിൽക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾ പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ പോയിട്ട് പോലും അവിടെ ഇപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും വല്ല ഫോണിലോ വീഡിയോ കോളോ കണക്ട് ചെയ്തെന്നാ പറയും 3 നേരം ഭക്ഷണം പോലും കൊടുക്കാൻ സംവിധാനമില്ലാത്തൊരു പാർട്ടി നിലവിലെ KSU ആണ്. ഞാനൊക്കെ അതിൻ്റെ പേരിൽ അവിടെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കി. അതിന് എനിക്ക് കുറേ ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോൾ ഭീഷണി അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, നമ്മൾ നോക്കുന്നില്ല. പക്ഷേ ഭക്ഷണം 3 നേരം പല കോളേജുകളിൽ നിന്നായി വന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ഭക്ഷണമില്ലാണ്ട് അവിടെ അലഞ്ഞൊരു സാഹചര്യം വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായി. ഈ വിഷയങ്ങളും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. അതുകൂടാതെ SFI ദിവസം 3 നേരം വെച്ചിട്ടൊരു 24 മണിക്കൂറിൽ 48 തവണ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷൻ നമ്മുടെ സംഘടക സമിതി ഓഫീസിലാവട്ടെ, ജില്ലാ ഭാരവാഹികൾക്കെതിരാവട്ടെ, MSFന്റെ പ്രവർത്തകന്മാർക്കെതിരാവട്ടെ, ഈ വിഷയങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്ന സാഹചര്യത്തിൽ പോലും KSU-വിന്റെ ഒരു നേതാക്കൾ പോലും വന്ന് തിരിഞ്ഞു നോക്കാനോ അവിടെ ആരെങ്കിലും സംഘടിപ്പിക്കാനോ, വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചതിന് ജനകീയമായ രീതിയിൽ പ്രതിരോധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ BJP-യിലേക്ക് ആകർഷിച്ചുവെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. വ്യക്തിപരമായും അല്ലാതെയും സംഘടനാപരമായിട്ടുമുള്ള ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലങ്ങളായിട്ട് പാർട്ടിയിൽ നിന്ന് നമ്മൾ എല്ലാവരും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ KSU-ലെ കോൺഗ്രസിലുള്ള ഒരു പൊളിറ്റിക്സ് നമുക്കാർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവരും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊളിറ്റിക്സ് ആയിട്ട് മാത്രം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതോ ഇനി KSU-ന്റെ ഒരു വിഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരം ഉണ്ടാവുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു എന്താ പറയുക ഒരു തരത്തിലും വിദ്യാർത്ഥികൾക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ ഇന്നിട്ടും വിദ്യാർത്ഥി സംഘടന എന്നറിയപ്പെടുന്ന പേരിൽ ഈ സമൂഹത്തിൽ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു സംഘടനയായി മാറിയിരിക്കണം നിലവിൽ KSU. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഹരിത കേരളം സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണേമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിലാണ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ഹരിത കേരളം സെമിനാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു.
ഇതിപ്പോൾ നമുക്ക് എളുപ്പമാണ്. അതായത് ഈ സൈതന്യ സാറിനോടൊക്കെ നമുക്കൊരു കടപ്പാട് അല്ലെങ്കിൽ നമുക്കൊരു നന്ദിപൂർവകമായിട്ടുള്ള ഒരു സന്തോഷം നമ്മൾ ഇത്തിരി വൈകിയായി ചേർത്തുന്നുണ്ട്. ഏതാണ്ടൊക്കെ മുക്കാലും നേരായി കഴിഞ്ഞിട്ടാണ് ഗ്രന്ഥശാല പ്രവർത്തനോട് പറയുന്നത് ഞങ്ങൾക്ക് വളരെ എളുപ്പമുണ്ട്. ആ സന്തോഷത്തോടുകൂടി നമ്മൾ ചെയ്യേണ്ട സാറത് പറയും കൃത്യമായി പറയും. ഓക്കെ, ഏതായാലും ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്നും വരുന്നില്ല. ഈ മാസം തന്നെ ഫെബ്രുവരി മാസം തന്നെ നമ്മുടെ A+ADC ലൈബ്രറി ഫെബ്രുവരി 25-ാം തീയതിയോടുകൂടി മാലിന്യമുക്തം ചെറിയൊരു റൊട്ടിലൊടുക്ക് പണിയൊക്കെ അത് ചെയ്യുന്നത്. റൊട്ടിലൊടുക്ക് ഞാൻ പറഞ്ഞതൊരു ക്ഷമാപണത്തോടെ അദ്ദേഹം അത് റൊട്ടിലൊടുക്കായിട്ട് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ P സൈദലവി വിഷയം അവതരിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C വിജയൻ, E രാമചന്ദ്രൻ, ഉഷാദേവി, K അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പറളി ഓടന്നൂർ പതിപ്പാലത്തിന് ശാപമോക്ഷം ലഭിക്കുമോ? സംസ്ഥാന ബഡ്ജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് നാട്ടുകാർ. 10 വർഷം മുൻപ് പാലത്തിന് 15 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന പ്രചരണം നാട്ടിലാകെ പരന്നിരുന്നുവെങ്കിലും പാലം ഇന്നും ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്നു. കോട്ടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും ദേശീയപാത കുഴൽമന്ദത്തു നിന്നും ടൗൺ ചുറ്റാതെ മുണ്ടൂർ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്നതുമായ ബൈപ്പാസ് റോഡ് കൂടിയാണിത്. പാലത്തിന്റെ ഉയരക്കുറവ് മൂലം മഴക്കാലത്ത് കണ്ണാടിപ്പുഴ കരകവിഞ്ഞാൽ ഓടന്നൂർ പതിപ്പാലവും വെള്ളത്തിൽ മുങ്ങും. പിന്നെ ദിവസങ്ങളോളം ഇതുവഴി ഗതാഗതവും നിലയ്ക്കും. ഇതിനു പരിഹാരമായി പതിപ്പാലം പുതുക്കിപ്പണിയാൻ 10 വർഷം മുമ്പ് പരേതനായ KV വിജയദാസ് MLA ആയിരുന്ന സമയത്ത് സർക്കാർ 15 കോടി രൂപ അനുവദിച്ചെന്ന അറിയിപ്പ് പറളി ചന്തപ്പുരയിലും മറ്റും ഫ്ലക്സുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ വർഷം 10 കഴിഞ്ഞിട്ടും പതിപ്പാലത്തിന്റെ നവീകരണ പ്രവൃത്തിയുടെ ഒരു നീക്കവും കാണുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെ വളരെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കാത്തിരിക്കാറുള്ളത്. ഇത്തവണത്തെ ബജറ്റിനെയും വലിയ പ്രതീക്ഷയും ആകാംക്ഷയോടെയുമാണ് നാട്ടുകാർ കാണുന്നത്. ഇത്തവണത്തെ ബജറ്റിലെങ്കിലും പറളി ഓടന്നൂർ പതിപ്പാലം സ്ഥാനം പിടിക്കണേ എന്ന പ്രാർത്ഥനയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യ ശേഖരണത്തിനായി ട്രോളികൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ വിൽബാരോ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 4.5 ലക്ഷം രൂപയാണ്. നമ്മുടെ ഹരിതകർമ്മസേനകൾ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ അവർ തലച്ചുമടായിട്ടാണ് കവറുകൾ ഏറ്റുവാങ്ങുന്നത്. അവർക്കൊരു സഹായം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് 22 വാർഡിലേക്കും ഞങ്ങൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വീൽബാരോ ചെയ്തിരുന്നത്. ഈ വീൽബാരോയുടെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്ത ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ട്രോളികൾ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, മെമ്പർ K അശോകൻ, PP വിജയൻ, TV ഗിരീഷ്, JS ജോമോൻ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുഴൽമന്ദം കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ഏട്ടിലെ പശുവായി തുടരുന്നു. സംസ്ഥാന ബഡ്ജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. വേനൽ കനത്തു തുടങ്ങിയതോടെ തീപിടുത്തവും പതിവായി. കുഴൽമന്ദം കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം എട്ടിലെ പശുവായി തുടരുന്നു. കുഴൽമന്ദം, തേങ്കുറിശി, മാത്തൂർ, കോട്ടായി, പെരിങ്ങോട്ടുകുറിശി, കുത്തന്നൂർ എന്നീ പഞ്ചായത്ത് പരിധികളിലെ പ്രദേശങ്ങളിൽ തീപിടുത്തമുണ്ടായാൽ പാലക്കാട് നിന്നോ ആലത്തൂരിൽ നിന്നോ അഗ്നിരക്ഷാസേനാ പ്രവർത്തകർ എത്തണം. മിക്കപ്പോഴും അവരെത്തുമ്പോഴേക്കും എല്ലാം കത്തിച്ചാമ്പലായിരിക്കും. എന്നാൽ കുഴൽമന്ദം കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷനുണ്ടെങ്കിൽ വലിയ അപകടവും നാശനഷ്ടവുമില്ലാതെ രക്ഷപ്പെടുത്താനാകും. സംസ്ഥാന ബജറ്റിൽ കുഴൽമന്ദം കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മരുന്നുകൾ മനുഷ്യ ശരീരത്തെ ഇല്ലാതാക്കുകയാണെന്ന് അക്യുപഞ്ചർ അസോസിയേഷൻ. രാസവസ്തുക്കൾ സൃഷ്ടിക്കുന്ന വിനാശകരമായ ദൂഷ്യവശങ്ങൾ സംബന്ധിച്ചും പ്രതിവിധിയെ സംബന്ധിച്ചുമുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ഫെബ്രുവരി 8 പാലക്കാട് സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാസപദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് മോചനം നേടി മരുന്നും രോഗഭയവുമില്ലാതെ എങ്ങനെ ജീവിതം സാധ്യമാക്കാമെന്ന ബോധവൽക്കരണമാണ് സെമിനാറിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മനുഷ്യരാശിയുടെ ആരോഗ്യത്തിലും അതിജീവനത്തിലും സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് വിശദീകരിക്കുകയും ചെയ്യും. പാർശ്വഫലങ്ങളില്ല എന്നതും ചെലവ് ഏറെയില്ല എന്നതുമാണ് അക്യുപഞ്ചർ ചികിത്സയുടെ ഗുണം. ശാരീരിക ഘടനയെ ശക്തിപ്പെടുത്തി രോഗപ്രതിരോധം സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. അക്യുപഞ്ചർ ചികിത്സയിലുള്ള വിശ്വാസക്കുറവ് ഇല്ലാതാക്കാനും സംശയ നിവാരണത്തിനും സെമിനാർ ഉപകരിക്കുമെന്നും
ഭാരവാഹികൾ പറഞ്ഞു. രോഗഭയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്തെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങൾ വരുമ്പോഴേക്കും മരുന്ന് കഴിക്കുകയും അത് വലിയ വലിയ രോഗങ്ങളിലേക്ക് എത്തുമെന്ന് ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ ആ ഭയമില്ലായ്മ ചെയ്യുക എന്നുള്ളത് കൂടി ഈ അക്യുപഞ്ചർ ഹെൽത്ത് സെമിനാറിന്റെ ഉദ്ദേശമാണ്. ഈ ഹെൽത്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അവർകളാണ്. അതുപോലെ ഈ സെമിനാറിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രഗത്ഭനായിട്ടുള്ള അക്യുപഞ്ചറിസ്റ്റ് അക്യുമാസ്റ്റർ ഷുഹൈബ് റിയാലു സാറാണ്. അദ്ദേഹം IAPA ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹമാണ് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. അക്യൂഷ് അക്യുപഞ്ചർ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അക്യൂഷ് അക്യുപഞ്ചർ അക്കാദമിയുടെ വിദ്യാർത്ഥികൾ ചേർന്നിട്ടാണ്. അക്യൂഷ് അക്യുപഞ്ചർ അക്കാദമി സ്റ്റാർട്ട് ചെയ്തത് 2008 മുതൽ ഇവിടെ കേരളത്തിലുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ബ്രാഞ്ച് ഡയറക്ടർ കെ സയ്യിദ് അക്രം, നിഷാദ് പാലക്കഴി, കെ ബാലകൃഷ്ണൻ, KA ഷാഹിന, ജാസ്മിൻ ബാപ്പുട്ടി, PS ഷംനാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ വേങ്ങശ്ശേരി വയങ്കാവ് ഉച്ചാർവേലയ്ക്ക് കൊടിയേറി. ഫെബ്രുവരി 12-നാണ് ഉച്ചാർവേല. വേലവരെ ക്ഷേത്രത്തിൽ സായാഹ്നങ്ങളിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉത്സവ കൊടിയേറ്റത്തോടനുബന്ധിച്ച് രാവിലെ വിശേഷ പൂജകൾ നടന്നു. വൈകിട്ട് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം. കൊടിയേറ്റത്തോടനുബന്ധിച്ച് കലാമണ്ഡലം നന്ദകുമാർ അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ അരങ്ങേറി. തുടർന്നുള്ള ദിവസങ്ങളിലും സായാഹ്നങ്ങളിൽ ക്ഷേത്രത്തിൽ വിവിധ കലാസാംസ്കാരിക പരിപാടികളുണ്ടാകും. പഞ്ചാരിമേളം, നൃത്തനൃത്യങ്ങൾ, നാടൻപാട്ട്, ചാക്യാർകൂത്ത്, ബാലെ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചാറൽ വേല ദിനമായ 12-ന് വൈകിട്ട് 5 മണിയോടെ വിവിധ വേലകൾ എത്തിത്തുടങ്ങും. രാത്രി 10:30-ക്ക് കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ കൃഷ്ണപ്രസാദ് എന്നിവരുടെ ഡബിൾ തായമ്പകയുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുളയങ്കാവ് സുബ്രഹ്മണ്യ കോവിലിലെ പുനഃപ്രതിഷ്ഠ കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സും ആദരണീയവും സംഘടിപ്പിച്ചു. കേരള കലാമണ്ഡലം നൃത്തവിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത പ്രസാദ് സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഒരു പറ്റം നല്ല ആളുകളുടെ മനസ്സുകൊണ്ട് മാത്രമായിരിക്കാം ഇന്ന് ഇവിടെ ഈ അമ്പലം ഇത്രയും പുരോഗമിച്ച് കാണാനിടയായത്. പിന്നെ ഈ സാംസ്കാരിക വേദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് ഏറ്റവും അധികം സന്തോഷം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള കലാകാരികൾക്ക് പ്രോത്സാഹനം ഇത്തരം വേദികളാണ്. ഇപ്പൊ ഞാൻ വരുമ്പോൾ ഇവിടെ കുറെ കുഞ്ഞുമക്കള് മേക്കപ്പ് ചെയ്ത് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്, അവരൊന്ന് നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറെ കുട്ടികൾ നൃത്തം പഠിക്കുന്നുണ്ടാവും. പക്ഷെ ഇത്തരം വേദികളില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അത് എവിടെ അവതരിപ്പിക്കുക. കൊറോണ കാലത്ത് ഞങ്ങളൊക്കെ ഒരുപാട് വിഷമിച്ച ഒരു കാലഘട്ടം തന്നെയായിരുന്നു. ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ല, ഒരു നല്ല പ്രോഗ്രാം ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. പക്ഷെ ഇപ്പൊ അതിന്നൊക്കെ മാറി നമ്മൾ ഇപ്പോൾ ഇതുപോലുള്ള സാംസ്കാരിക വേദികൾ കുറെ ഉണർന്ന്. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി ജാലമന ഗിരീഷ് എമ്പ്രാന്തിരി, കുഴൽമന്ദം അഗ്രഹാരം പ്രസാദ് വാര്യർ എന്നിവർ ചേർന്ന് ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു. ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ മാസ്റ്റർ അബിൻ കൃഷ്ണ വിശിഷ്ടാതിഥിയായിരുന്നു. വാദ്യകലാകാരന്മാരായ കെ അരവിന്ദാക്ഷൻ, കെ ഗംഗാധരൻ, കവിയും ഗാനരചയിതാവുമായ രാജൻ മുളയങ്കാവ്, നൃത്താധ്യാപിക പ്രസന്ന രാജൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പുനഃപ്രതിഷ്ഠ നവീകരണ സമിതി ചെയർമാൻ C രാജൻ അധ്യക്ഷത വഹിച്ചു. കെ ബാലഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. കെ ഹരിദാസ്, C രാജേഷ് കുമാർ, കെ വേണുഗോപാലൻ, C മധു, രാജൻ പറളിയിൽ, E നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുളയങ്കാവ് കലാക്ഷേത്രയുടെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. ഫെബ്രുവരി 7-ന് വെള്ളിയാഴ്ച മഹാകുംഭാഭിഷേകം നടക്കും. മദ്ദള കലാകാരൻ ചെറുപ്പളശ്ശേരി ശിവനെ ആദരിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റേഷൻ സംവിധാനം തകർക്കാനുള്ള LDF സർക്കാരിന്റെ നീക്കം ആരോപിച്ച് പട്ടാമ്പിയിൽ കോൺഗ്രസ് പ്രതിഷേധം. പട്ടാമ്പിക്കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് മാർച്ച്. കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധവുമായി ഇടത് യൂണിയൻ. ചെറുതുരുത്തിയിൽ തൊഴിലാളികളും കർഷകരുടെയും പ്രതിഷേധം. ജനങ്ങൾക്ക് വലിയ പണി കൊടുത്ത് റോഡ് പണി. പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട യാത്രക്കാരെ വെല്ലുവിളിച്ച് വാടനാകുറിശി മേഖലയിലെ ടാറിംഗ്. മുന്നറിയിപ്പില്ലാതെ റെയിൽവേ ഗേറ്റ് പരിസരത്ത് രാവിലെ ടാറിംഗ് തുടങ്ങിയതോടെ ആയിരക്കണക്കിന് ആളുകൾ വലഞ്ഞു. ഉദ്യോഗസ്ഥർക്കും കരാർ കമ്പനിക്കുമെതിരെ ഉയർന്നത് വലിയ പ്രതിഷേധം. പറളി ഓടന്നൂർ പതിപ്പാലത്തിന് ശാപമോക്ഷമാകുമോ? സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച നാട്ടുകാർ.
പുതിയ പാലം നാടിന്റെ ദശാബ്ദങ്ങളായുള്ള സ്വപ്നം. കുഴൽമന്ദം കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു. നമസ്കാരം.